ആ അങ്കിളെ മനസ്സിലായി. അങ്കിൾ ടെൻഷൻ അടിക്കണ്ട, നമുക്കത് സോൾവ് ചെയ്യാലോ. ഇല്ല ഐ അണ്ടർസ്റ്റാൻഡ്. അത് ഹാൻഡിൽ ചെയ്യാം, ഡെഫിനറ്റ്ലി ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഓക്കെ അങ്കിൾ, ശരി ഓക്കെ. ഹലോ, ആരെ ഹാൻഡിൽ ചെയ്യുന്ന ആരെയാണ് പറയുന്നത്? മേജർ അങ്കിളാ. അപ്പോൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? സ്ഥിരം പല്ലവി തന്നെ. മോനെ വിളിച്ച് പറയാനായിരിക്കും അല്ലേ? അവർ തമ്മിൽ എപ്പോഴത്തെ പോലെ തന്നെ വേറെ ഉടക്കും, എന്നിട്ട് മൊത്തം എന്നെ വിളിച്ചിട്ടാ പറയും. അല്ല റാം, ഈ വയസ്സാം കാലത്ത് ഇവർക്ക് നാണമില്ല ഈഗോ അടിച്ച് കളിക്കാൻ? ഈഗോ എന്നല്ല, ഇന്ന കാര്യത്തിനില്ല, എല്ലാ കാര്യത്തിനും അടി കൂടുന്നു. ചായയിൽ പഞ്ചസാര കുറഞ്ഞാൽ അവർ തമ്മിൽ അടി കൂടും, എന്നിട്ട് വിളിച്ചു പറയുന്നത് എന്നെയും. ഇന്നത്തെ കാര്യം എന്താ? ഇന്നത്തെ കാര്യം എന്ത്, എപ്പോഴത്തെ പോലെ 100 കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ പകുതി കേട്ടൂല്ലേ. എല്ലാത്തിനും ഓക്കെ അതിൽ ഹാൻഡിൽ ഇട്ടെന്ന് പറഞ്ഞു. ശരി അതൊക്കെ പോട്ടെ. ദിയനെ വിളിച്ചായിരുന്നു? ദിയനെ അപ്പോഴേ സംസാരിച്ചതിന് ശേഷം ഞാൻ വിളിച്ചില്ല, പക്ഷെ പോയിന്റ്സ് എല്ലാം പറഞ്ഞു കൊടുത്തില്ല. എന്നാലും നമ്മളിൽ ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ പോവായിരുന്നു റാം. ബെസ്റ്റ്. നമ്മളെങ്ങനെ പോകാൻ, അത് യൂത്ത് കോൺഫറൻസ് ആണ്. നമ്മളെ പോലുള്ള മുതുക്കന്മാരെ ഉള്ള കരുവിയൊന്നുമില്ല. മുതുക്ക് നിങ്ങൾക്കാണ് മുതുക്ക്, എന്നെ കണ്ട അങ്ങനെ പറത്തൊന്നുമില്ലേ? എന്നെ കണ്ട യൂത്ത് എന്നേ പറയുള്ളൂ, എന്നെ അവിടെ കയറ്റി വിടും. എനിക്ക് പിന്നെ അവിടെ ഗേറ്റിൽ തന്നെ ID പ്രൂഫ് ചോദിക്കും. ID പ്രൂഫ് എന്നല്ല, നിന്നെ കണ്ടാലും ശരി ID കണ്ടാലും ശരി പറഞ്ഞു വിടും. റാം, നിങ്ങളെ കണ്ട പറഞ്ഞു വിടായിരിക്കും, എന്നെ കണ്ട പറഞ്ഞു വിടില്ല. എന്നാലും ഒരു മോറൽ സപ്പോർട്ടെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പോകായിരുന്നില്ലേ? നീ എന്തിനീ വെറുതെ ടെൻഷൻ അടിക്കുന്നു? നീ ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കാതെ അവൾ അവിടെ ഹാൻഡിൽ ചെയ്തോളൂ. ഒറ്റയ്ക്ക് പോയിക്കോട്ടെ കുറച്ചു കാലം. അതല്ല, ഇനി 3 ദിവസം അവൾ എന്തെല്ലാം കാണിച്ചു കൊടുക്കുന്ന ആർക്കറിയാം. എനിക്ക് അതാ ഒന്നും കാണിക്കില്ല. തമ്പി, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നിങ്ങളെ. ഈ ദിയേ കൊറേ നേരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. വായിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ചോദിക്കാം. മെസ്സേജ് കാണിച്ചത് നോക്കട്ടെ. മെസ്സേജ് ഓപ്പൺ ചെയ്. കുറെ നേരമായാ മെസ്സേജ് വന്നു തുടങ്ങിയിട്ട്? കുറച്ചധികം നേരമായിട്ടുണ്ട്. ഞാൻ ഒരു പക്ക ക്ലാസ് എടുത്തിരുന്നു, എങ്ങനെ സ്പീച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ തമ്പിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചാൽ അവളുടെ മൊബൈലിൽ അത് നോട്ടായിട്ട് കിടക്കുമല്ലോ, അതിന് വേണ്ടി ചെയ്തായിരിക്കും. അങ്ങനെയുള്ളതായിരിക്കും. വെറുതെ അല്ല വായിച്ചിട്ട് മനുഷ്യൻ ഒരു വക മനസ്സിലാവാന്. ഞാനാകുമ്പോ പിന്നെ ഒന്നും പറയത്തുമില്ലല്ലോ. എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് നമുക്ക് പോണം. ഫ്ലൈറ്റ് പോവാനാ? എവിടേക്ക്? എന്തിനാ? നമ്മൾ എത്ര നേരം അവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ, അതൊന്നും അവളെ തലയിൽ കയറിയിട്ടില്ല, അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അടിപൊളി. അല്ല അതിനിപ്പോ ഞാനിപ്പോ ഓടി പറഞ്ഞു പോയിട്ട് എന്ത് കാര്യം? എന്തായാലും പോയേ പറ്റും. ഒന്നിലേക്ക് പോയിട്ട് അവളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിക, ഇല്ലെങ്കിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് എടുത്ത് നിങ്ങൾ ആ മീറ്റിംഗിൽ കയറ്റണം. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ശരിയാവൂല. ഹൈമ കുറച്ച് കാമായിട്ട് തിങ്കി എടുത്ത് പോയി ഫ്ലൈറ്റ് പോകാൻ പറഞ്ഞു, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ എങ്ങനെ പോകാനാണ്? അങ്ങനെ പറ്റില്ല. ഇത് നോക്കിക്കൊടുത്താൽ ഒന്നും നടക്കൂല. നിങ്ങൾ കാമായിട്ട് ആലോചിച്ചാൽ നമ്മുടെ കമ്പനി കൈവിട്ടു പോകും. പ്രചോദം ഒരു പേരും കിട്ടൂല. ഒന്നിൽ നിങ്ങൾ വിളിച്ചു പറയാനാ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയും, ഞാൻ മേലെ ചെയ്തോളാം. എന്നാലും ഹൈമ ഞാൻ ഇങ്ങനെ ഇപ്പൊ പോണം പറഞ്ഞ എങ്ങനെയാന്ന്? ഇതെന്തൊരു കഷ്ടം. പോയേ പറ്റൂ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കട്ടെ? ഞാൻ വിളിക്കാം. അല്ല നിങ്ങളൊന്ന് പോ, എന്തായാലും ഒരാൾ അവിടെ ഉള്ളത് നല്ലതല്ലേ. ശരി, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. സമാധാനമായല്ലോ. അല്ല മോളെ തമ്പി ഇരിക്കും. ഇല്ല ആന്റി പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞ അവൾ ഒറ്റക്ക് വിടല്ലോന്ന്. ആദ്യമായിട്ട് പോകുന്നതല്ലേ, നമ്മളിൽ ആരെങ്കിലും ഒരാളെങ്കിലും പോയെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ആവാത്തായിരുന്നു. നീ കണ്ടില്ല അവള് മൊത്തം കുളവാക്കിയത്? കൊളായല്ലേ? എന്നാ പിന്നെ ആന്റി ഇരിക്ക്, ഞാൻ എന്നാ പിന്നെ വീട്ടിലേക്ക് പോവാ. അല്ല മോളിരിക്കും, പിന്നെ പോവാം. ഇല്ല, ആന്റിക്ക് ടെൻഷൻ അടിച്ച് കളയാനായിട്ട് ഒരു ദിവസം മൊത്തം കിട്ടിയല്ലോ. ഞാൻ അപ്പുറത്തല്ലേ പണിയുണ്ടോന്ന് നോക്കട്ടെ. ഫോൺ ഓക്കെ, ഇടയ്ക്ക് വരണോട്ടാ. വരാം. ശരി, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇല്ല മോളെ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് റാം ഒറ്റൊരാൾ എല്ലാത്തിനും കാരണം. എന്തായി? ഓക്കെ ആണ് ടിക്കറ്റ്? ടിക്കറ്റ് ഓക്കെ, അവൻ അയച്ചു തരാൻ പറഞ്ഞത്. എന്നാ മേലെ ചെയ്യട്ടെ? എന്താ ചെയ്യ് നോക്കാം. എന്താ ഒരു മടി? ഇല്ലല്ലേ, ഞാൻ പോവാ. അമ്മമ്മയുടെ മോള് നന്നായിട്ട് ഇറങ്ങിയായിരുന്നോ? ആണോ? മോളെ ചോറ് ഇറക്കി വെച്ചായിരുന്നോ? ഇറക്കി വെച്ച്. എന്തൊരു ആശ്വാസം എന്നറിയാമോ? എന്താ? അല്ല, 2-3 പേര് പറഞ്ഞപ്പോൾ പണിക്ക് ലാഭമുണ്ടേ. വീട്ടിലെ ഒരു കുന്ന് പണി കുറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 3 പേര് പറഞ്ഞപ്പോൾ തന്നെ വീട്ടിലൊരു പകുതി പണി കുറഞ്ഞ്. എന്താണ് ഒരു ഡിസ്കഷൻ? അല്ല, നിന്റെ അമ്മ പറയുമായിരുന്നേ 3 പേര് ഇവിടെ കുറഞ്ഞപ്പോൾ തന്നെ പണിക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടെന്ന്. വീടിൻ്റെ അരികും മൂലം അറിയാത്തോളാണോ ഇതൊക്കെ പറയണത്? എന്താ അങ്ങനൊരു ടോക്ക്? എങ്ങനെയൊരു ടോക്ക്? നീ വീട്ടിലെ അടുക്കളയിൽ മര്യാദക്ക് വന്ന് ജോലി ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. എന്താമേ, ഞാൻ എപ്പോഴൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ വൃത്തിയും വെടുപ്പോടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ? അതായത് വല്ലപ്പോഴും ഞാൻ അടുക്കളയിൽ കയറലുള്ളൂ എന്നല്ലേ ഉദ്ദേശിച്ചത്? അതിൽ തന്നെ എല്ലാം ഉണ്ട്. ആണ്ടിന് ഞങ്ങൾ അധികം അടുക്കളയിൽ കയറുന്ന വല്ല ചിക്കാതുകൊണ്ട് ചെയ്തിട്ടോ കാര്യമൊന്നുമില്ല. അപ്പൊ അമ്മ എന്താ പറഞ്ഞു വരണേ? ഞാൻ ഇവിടുത്തെ പണിയൊന്നും എടുക്കുന്നില്ലെന്നാ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, പണി എടുക്കണില്ല എന്ന് പറഞ്ഞില്ലല്ലോ.
നീ കുറച്ച് പണി ചെയ്യണോണ്ട് നിനക്ക് ആൾ കുറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നിനക്ക് അറിയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഞാൻ പോയാലേച്ചാ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിച്ചാൽ വഴക്കിടും നമ്മൾ തമ്മിൽ. എനിക്ക് പിന്നെ ഭയങ്കര താല്പര്യമുള്ള വഴക്കിടാനായിട്ട്. അയ്യോ ഇങ്ങോട്ട് വരികയാണ് കൊത്തി കൊത്തി. നീലു എന്താ വലിയ ഡിസ്കഷനിലാണല്ലോ, എന്താ പറ്റിയേ? ഓ അതെ, ഇവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ആര് തമ്പിനെയാ? ഓ അവള് സ്മാർട്ടല്ല, അവള് ബ്രില്യന്റ് കാണാം. ഓ പുറത്ത് അകത്തൊന്ന് നോക്കണം. ഒരു രാത്രി മുതൽ ഇവിടെ വീട്ടിൽ നിന്ന് നോക്കാം. അവളുടെ നാക്കും അറിയാം, അവളുടെ സ്വഭാവം മനസ്സിലാവും. അപ്പൊ പറഞ്ഞില്ല. അയ്യോ അവളൊന്നും പറഞ്ഞില്ല. പിച്ചാൻ പോകുന്നു.